ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. തെലുങ്കിൽ നിന്നും ഒരു പടം എത്തിയിട്ടുണ്ട്, കണ്ണപ്പ. പടത്തിൻ്റെ പേര് കേട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, പക്ഷെ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പോസ്റ്ററായിരുന്നു. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ പൊന്നിയിൻ സെൽവൻ ഉണ്ടല്ലോ, പൊന്നിയിൻ സെൽവൻ. അതിൻ്റെ പോസ്റ്ററിനകത്ത് ഉള്ള ക്യാരക്ടറിനെ എല്ലാം ഇങ്ങനെ ഫേസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചൊരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. അതിനെ അതേപോലെ കോപ്പി അടിച്ചൊരു പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ പോസ്റ്ററിൽ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു സൈഡിലായിട്ട് എനിക്ക് നല്ല പരിചയമുള്ളൊരു മുഖം കണ്ടു. വേറെ ആരുമില്ല, നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ മോഹൻലാലും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് കണ്ണപ്പ എന്നുള്ളത്. ആരാണ് കണ്ണപ്പ, എവിടെ നിന്നാണ് കണ്ണപ്പ, എന്തിനാണ് കണ്ണപ്പ, നോക്കാം. പ്രഭാസ്, അക്ഷയ് കുമാർ, ദൈവമേ. ഇത് മറ്റേ ആഹാ, എല്ലാവരും നന്നായിട്ടൊരു മേക്കപ്പിലാണല്ലോ. ഇതാണോ കണ്ണപ്പ? ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് വന്നോട്ടെ, നോക്കാം നമുക്ക്. പീരിയോഡിക്കൽ സബ്ജക്റ്റാണ്, കുതിരകളും യുദ്ധങ്ങളും ഒക്കെയാണ്. റൗണ്ട് വെച്ചേക്കുന്നത് എന്റെ ദൈവം, ശിവനാ, ശിവ. കാജൽ അഗർവാൾ, പാർവതി, അക്ഷയ് കുമാർ, ശിവൻ. നല്ല ക്ലീൻ ഷേവ് ശിവൻ. പ്രഭാസ്, എനിക്കൊന്ന് ശിവൻ അവതാരമായിട്ട് വന്നതായിരിക്കും പ്രഭാസായിട്ട്. കണ്ണപ്പ ട്രെയിലർ കണ്ടിട്ട് എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ബാഹുബലി ഇറങ്ങിയതിന് ശേഷം ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് പാൻ ഇന്ത്യൻ സിനിമകൾ എന്നുള്ളൊരു വിശ്വാസവും, ബിഗ് ബഡ്ജറ്റ് ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാവുന്നും ഒരു സങ്കല്പം തെലുങ്കിലും ഇന്ത്യയിലും മൊത്തം ഉണ്ട്. ഇതിൻ്റെ വാലും പിടിച്ച് ഒരുപാട് പടങ്ങൾ ഇറങ്ങിയായിരുന്നു. ഈ വാല് പിടിച്ച് ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നായിരുന്നു. ആദിപുരുഷുണ്ട്, തെലുങ്കിൽ നിന്ന് ദുഷ്യന്തനും ശകുന്തളയുടെയും സിനിമ വന്നു. അങ്ങനെ എല്ലാ ലാംഗ്വേജിൽ നിന്നും മഹാഭാരതം ബേസ് ചെയ്ത്, നമ്മുടെ പുരാണങ്ങളെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മറ്റൊന്നതിനേക്കാൾ മികച്ച് പൊട്ടിയിട്ടേ ഉള്ളൂ. ആ കളക്ഷനിൽ ഹിറ്റടിച്ച ഒരു പടം പോലും എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ അതിൽ വന്നുള്ളത് KGF ആണ് ഹിറ്റടിച്ചത്. സലാറും ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ കൽക്കി പിന്നെ നമ്മുടെ നമ്മുടെ പഴയ ഫിക്ഷനെയും ഒരു മോഡേൺ കൂടി മിക്സ് ചെയ്തൊരു ഭയങ്കര കിടിലൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് ഓടി. പക്ഷെ ബാക്കി വന്ന എല്ലാ ഈ പീരിയോഡിക്കൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളും പൊട്ടിയിട്ടേ ഉള്ളൂ. ഈ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കരമായൊരു കിടിലൻ ട്രെയിലറൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ പേര് കണ്ണപ്പ, എന്തോ എനിക്ക് ആ കണ്ണപ്പ എന്നുള്ള പേര് കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കുറച്ചുകൂടെ നല്ലൊരു പേര് കിട്ടിയില്ലേ എന്ന് തോന്നുന്നുണ്ടായിരുന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സോ നമുക്ക് നോക്കാം. കണ്ണപ്പ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു പടത്തിൻ്റെ പേര് ഓർമ്മ വരുന്നത്, കങ്കൂവ. രണ്ടും പറയുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു. ശരി, നമുക്കിത് കണ്ടറിയാം. ഈ ട്രെയിലർ ഇപ്പോൾ ലാലേട്ടനൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ പോസ്റ്ററിലുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. ഈ സിനിമയുടെ തിയേറ്റർ റിയാക്ഷനും മൂവി റിവ്യൂവും ഉണ്ടായിരിക്കും. നോക്കാം.